മൈ ഡിയർ വ്യൂസ്, 888 മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, മറ്റെല്ലാം വിട്ടുകളയുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ടെലിപ്പതി സംസാരിക്കുന്നു. എങ്ങനെ അത് സാധ്യമാകുന്നു എന്നൊന്ന് നോക്കിയാലോ. മജീഷ്യനാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഹാങ്ഡ് മാനാണ്. ആ വ്യക്തി സ്റ്റക്കാണ്. ആ വ്യക്തി നിങ്ങളെ ഓർത്തിട്ട് സ്റ്റക്കായ ഒരു ഇതിലാണ് കാണുന്നത്. ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ആ വ്യക്തി സ്റ്റക്കായി നിൽക്കുന്നതാണ് കാണുന്നത്. ആ വ്യക്തിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എല്ലാം ഓർത്തിട്ടിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഒരു എല്ലാത്തിനും ഒരു നീട്ടി വെക്കുക, എല്ലാം ഒരു സ്റ്റക്കായൊരവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ. ഒരു എന്താ പറയുക, ഒരു സ്പിരിച്വലായ അവേക്കനിൽ കൂടിയാണ് ആ വ്യക്തി ഇപ്പം കടന്നു പോകുന്നത്. ഒരു ശിക്ഷ എനിക്ക് കിട്ടിയ ഒരു ശിക്ഷയാണ് എന്നും നിങ്ങളുമായിട്ട് ഒരു തരത്തിലും വിട്ടുപോകാൻ ആ വ്യക്തി തയ്യാറല്ല. നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹത്തിലും ആത്മാർത്ഥതയിലും ആ വ്യക്തി അത്രമാത്രം സറണ്ടർ ചെയ്തൊരവസ്ഥയാണ്. നിങ്ങൾ അത്രമാത്രം ഒരു സ്നേഹമാണ് ആ വ്യക്തിക്ക് കൊടുത്തത്. അത്രക്കും ഒരു സ്നേഹം ആണ് എനിക്ക് കിട്ടിയത് എന്നുള്ളത് തീരുമാനം എടുക്കാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ല. അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ്. നിങ്ങളെപ്പറ്റി തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്, പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയിൽ സ്റ്റക്കാണ് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുമായിട്ട് കഴിഞ്ഞു പോയ ചിന്തകളിൽ ആ വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇത്രയും നല്ലൊരു സ്നേഹമാണ് എനിക്ക് എൻ്റെ വ്യക്തി തന്നത് എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കൂലേ. ഒന്നിനും മുന്നോട്ട് പോകാനും കഴിയില്ല. ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തിട്ട് സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ. അടുത്തത് 8 ഓഫ് കപ്പാണ്. 8 ഓഫ് കപ്പ് എന്ന് വെച്ചാൽ, നിങ്ങൾ മൂവ് ഓൺ ആയി പോയോ എന്നുള്ള ഒരു ഭയങ്കര ഭയമുണ്ട് ആ വ്യക്തിക്ക്. ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയി പോവോ, അങ്ങനെയൊക്കെയുള്ള ഭയമുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിലിപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തൊരവസ്ഥയാണ്. പക്ഷേ നിങ്ങൾക്ക് ടെലിപ്പതി നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് ഇന്നതെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് അങ്ങ് മനസ്സിലാവുന്നുണ്ട്. അതാണ് നിങ്ങൾ തമ്മിലുള്ള സംസാരിക്കാനോ ഫോൺ ത്രൂ അങ്ങനത്തെ സംഭാഷണമോ കണ്ട് സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ടെലിപ്പതി നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയോട് പറയാനുള്ളത് ആ വ്യക്തി അറിയുന്നുണ്ട്. മൈൻഡുകൾ തമ്മിൽ എനർജി പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മൈൻഡിലുള്ള എന്താണ് മൈൻഡ് ത്രൂ മൈൻഡ് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ.
വല്ലാത്ത ചെയ്തു പോയതിനെ ഓർത്ത് വല്ലാതെ പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിനെ അവിടെ കാണുന്നത് കേട്ടോ. ഈ ബന്ധങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയി പോവോ, അങ്ങനെയുള്ള ഭയങ്കര അങ്ങനത്തെയുള്ള ഒരു മരവിച്ചൊരവസ്ഥ, നിങ്ങൾ മൂവ് ഓൺ ആയി പോകുന്നുള്ള ഒരു പേടിയാണ് വ്യക്തിനെ വല്ലാതെ സ്റ്റക്കാക്കുന്നത്. ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക്. രണ്ടുപേരും എന്തോ ഒരു കാരണം ഉണ്ടായിട്ട് മാനസികമായിട്ട് ഭയങ്കര വിഷമിക്കുന്നൊരവസ്ഥയാണ് കേട്ടോ. പക്ഷേ രണ്ടുപേരെയും വിടാൻ പറ്റില്ല. അത്രക്കും സോളുകൾ തമ്മിൽ അങ്ങനത്തെ ബന്ധമാണ്. സെപ്പറേറ്റ് ആയിന്നേ ഉള്ളൂ. രണ്ടുപേർക്കും ഈഗോ ഉണ്ട്. രണ്ടുപേർക്കും വന്ന് സോറി പറഞ്ഞ് നന്നാവാനൊന്നും പറ്റുന്നുമില്ല. അങ്ങനത്തെ ഒരു സെപ്പറേറ്റാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പക്ഷേ പറയാനുള്ള കാര്യങ്ങളെല്ലാം തമ്മിൽ എന്താ ടെലിപ്പതിയാണ് സംസാരിക്കുന്നത്. സോളുകൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും നീ എന്നെ അങ്ങനെ ചെയ്തിട്ടല്ലേ, എനിക്ക് ഇങ്ങനെ എന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയുന്നത് തികച്ചും അറിയുന്നത്. ഒരു ലെറ്റർ എഴുതും പോലെ ഇങ്ങനെ എഴുതുന്ന, ഒരു ലെറ്റർ എഴുതും പോലെ അങ്ങനെ ഇങ്ങോട്ട് എഴുതുന്ന എല്ലാ കാര്യങ്ങളും ടെലിപ്പതി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നു. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചിന്തിക്കുന്നുണ്ട്, ആ വ്യക്തി അങ്ങനെയാണ് മറ്റേതാണ് എന്നുള്ള മറ്റ് കുറ്റപ്പെടുത്തിയിട്ട് നെഗറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതങ്ങ് അറിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും അവരിൽ നിന്ന് മറച്ചു വെക്കണം. ഈ കാര്യം എന്തായാലും പറയണ്ട, മറച്ചു പിടിക്കണം. എന്തുകൊണ്ടും ആ വ്യക്തി അറിയാൻ പാടില്ല. ഈ കാര്യം എന്ന് വിചാരിച്ചിട്ടുണ്ടോ ആ വ്യക്തി അത് നിങ്ങളോട് ചോദിക്കും. അത്രമാത്രം അറിയുന്ന മനസ്സുകൾ തമ്മിൽ കേട്ടോ. അതാണ് എനർജറ്റിക്കാണ്. മൈൻഡ് കണക്റ്റായിട്ടുള്ളത്, എനർജി പാസ് ചെയ്യുന്നുണ്ട്. എന്താണ് ആലോചിക്കുന്നത് അത് അവർക്കറിയാൻ പറ്റുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. 8 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മരവിച്ച അവസ്ഥയാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തികരമല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കൂടിയാണ് നിങ്ങളിപ്പം കടന്നു പോകുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് അങ്ങേയറ്റം ദുഃഖിക്കുന്ന ഒരു വ്യക്തിനെ അവിടെ കാണുന്നത്. വ്യക്തി ഒരു മൂവ് ഓൺ ആയി പോയോ എന്നുള്ളത് കാരണം ആ വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര കണ്ട് വിഷമിക്കുന്നുണ്ട് ആ വ്യക്തിക്ക്. നിങ്ങൾ മൂവ് ഓൺ ആകുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം നിങ്ങളില്ലാത്തൊരവസ്ഥ ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അടുത്തത് ഏസ് ഓഫ് വാൻസ് ആണ്. ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധമായൊരു പ്രണയമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഒരു പുതിയ തുടക്കം വേണം നിങ്ങളുമായിട്ട്. ഒരു പുതിയ നിങ്ങളാണ് ആ വ്യക്തിയുടെ ഫാഷൻ. ഒരവസരത്തിന് വേണ്ടി നിങ്ങളുമായിട്ട് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി വരുന്നത്. നമ്മൾ ടെലിപ്പതി മാത്രമാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. ഒരു തരത്തിലും രണ്ടുപേരും വിട്ടുകൊടുക്കാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഈഗോ കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും വാശിയുണ്ട്. അപ്പോൾ ഈ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ മാത്രം നടക്കുന്ന ഇവിടെ. എങ്ങനെയും ദേഷ്യം മാറി ഒന്നാവണം. എന്തായാലും വേറെ ആരെയും പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളെ പറ്റുള്ളൂ. അതെ, രണ്ടുപേർക്കും അറിയാം ഇത്രയും കണക്റ്റഡാണ്, ഇമോഷണലി കണക്റ്റഡാണെന്ന് അറിയാം. കണക്റ്റഡ് ആയിട്ട് എന്താ പറയണ്ടേ, ഈഗോ സമ്മതിക്കുന്നില്ല, ആരും വിട്ടു കൊടുക്കില്ല. അതുപോലെ ഇങ്ങനെ ടെലിപ്പതി തമ്മിൽ കണ്ടാലും സംസാരിക്കാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഒരു അമ്പലത്തിൽ നിന്നെല്ലാം കണ്ടുമുട്ടുന്നു. ടെലിപ്പതി ഇങ്ങനെ കണ്ണിൽ നോക്കിയാലും ഇന്നേതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുന്നുണ്ട്. ഈ ബന്ധത്തിൽ തടസ്സമായിട്ട് പലരും ഇടപെടുന്നുണ്ട്. നിങ്ങളെ തമ്മിൽ അകറ്റാനുള്ള കാരണം മറ്റുള്ളവർ ഇടപെട്ടിട്ടാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. പുറത്തുനിന്നുള്ള ആൾക്കാർ ഒരുപാട് ഇതിൽ ഇടപെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ തമ്മിൽ ഇതേപോലെ ആക്കി. അടുത്തത് പേജ് ഓഫ് സോഡാണ്. പേജ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആശയം. ആ വ്യക്തി എങ്ങനെയിപ്പം ദേഷ്യം മാറി വരണ്ടേ, വീണ്ടും റിസ്ക് എടുക്കാൻ ആ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ട്. കോണ്ടാക്റ്റ് എങ്ങനെയും വേണം. ഇപ്പോൾ ഇങ്ങനെയുള്ള ടെലിപ്പതി സംഭാഷണം മാത്രമേ നടക്കുന്നുള്ളൂ. നിങ്ങളെ തിരിച്ചു നേടാൻ ഒരു പുതിയ ഐഡിയ ആസൂത്രണം ചെയ്യണം എന്നാണ് ആ വ്യക്തി
ചിന്തിക്കുന്നത് കേട്ടോ. ഏത് നിമിഷം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ ആസൂത്രണം ചെയ്യണമെന്നാണ് ആ വ്യക്തി. നിങ്ങളുടെ നിങ്ങളെ കാര്യം തന്നെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചാൻസ് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത്. എങ്ങനെയും ഒരു ചാൻസ് കിട്ടി എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവണമെന്ന് രണ്ടാളെ ഉള്ളിലുണ്ട്. രണ്ടാളെ ഉള്ളിലും ഒരിക്കൽ എങ്ങനെയെങ്കിലും നന്നായി പഴയതുപോലെ ആവണമെന്നുണ്ട്. അടുത്തത് 10 ഓഫ് സോഡാണ്. 10 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇടപെടൽ കൊണ്ടാണ് ഇതിങ്ങനെ നിങ്ങൾ ഇത്രയും വിഷമിക്കേണ്ടി വന്നത്. മറ്റുള്ളവരുടെ ഇടപെടലാണ്. മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടൊരവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത്. ഒരു വേദനാജനകമായ ഒരു എൻഡിങ്ങാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. പെയിൻഫുള്ളായ എൻഡിങ്ങാണ്. അത്രയും വേദനിക്കുന്ന രണ്ടുപേരും തമ്മിൽ വേദനിക്കുന്ന അവസ്ഥയാണ്. ലാസ്റ്റിലെ വേദന മറക്കാൻ കഴിയുന്നില്ല. വേദന മറക്കാൻ കഴിയാണ്ട് അങ്ങനെ അത്രയും വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ഫാമിലിയിലെ ഇഷ്യൂവും എല്ലാം ഉണ്ട്, എല്ലാം നടക്കുന്നത്. മാനസികമായിട്ട് അത്രമാത്രം സമ്മർദ്ദം, തേർഡ് പാർട്ടീൻ്റെ പ്രശ്നവും കൺട്രോളിങ്ങും ഉണ്ട് അതിൻ്റെ നടുക്ക്. നിങ്ങളും തമ്മിൽ തെറ്റാൻ അതിനുള്ള ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെ നിങ്ങളും വിട്ടു കൊടുക്കാതിരിക്കില്ലല്ലോ. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും. മറ്റുള്ളവർ ഇടപെട്ടിട്ട് നിങ്ങളെ തമ്മിൽ അകറ്റി എന്ന് തന്നെ പറയാം. അപ്പം രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. രണ്ടുപേർക്കും നിങ്ങളെയും മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. നിങ്ങളും വിട്ടുകൊടുക്കുന്നില്ല. നന്നാവും വേണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. എങ്ങനെയും നന്നായിട്ട് വരണം. രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. ആ വ്യക്തിക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ ടെലിപ്പതി സംസാരിക്കുന്ന അത് ഇവിടെ നടക്കുന്നത്. അടുത്തത് 7 ഓഫ് വൺസ് ആണ്. 7 ഓഫ് വൺസ് എന്ന് വെച്ചാൽ ഇമോഷണലി സ്റ്റേബിൾ ആക്കിയെടുക്കണം. സാഹചര്യം എന്ത് തന്നെയായാലും അതിൻ്റെ മുകളിൽ സ്ട്രഗിൾ ചെയ്തിട്ട് വിജയം നേടണം. എന്ത് സാഹചര്യം ആയിക്കോട്ടെ അതിനെ മറികടന്നിട്ട് നിങ്ങളിലേക്ക് വരണം, നേടണം. സാഹചര്യം എന്തായാലും ഇപ്പം മറികടന്നല്ലേ പറ്റുമോ. ഈ ടെലിപ്പതി സംസാരം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഒരു കാര്യവും നടക്കാത്തൊരവസ്ഥയാണ്. രണ്ടുപേർക്കും രണ്ടുപേരേ പറ്റുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അത്രയും നിങ്ങൾ തന്നെ ചേരേണ്ടവരാണ്. നിങ്ങൾ ചേർന്നേ പറ്റും. ലവേഴ്സാണ്. സ്വന്തം ജീവിതത്തോട് പോരാടുകയാണ്. പോരാടി ഒരു പോരാട്ടത്തിൻ്റെ നടുവിലാണിപ്പം ആ വ്യക്തി. എല്ലാം തരണം ചെയ്ത് ഇതിനെല്ലാം ഒന്ന് നേരെയാക്കി എടുക്കണം. തമ്മിലുള്ള അകൽച്ചയിലാണ്. തമ്മാമിൽ ഇല്ലാതെ പറ്റില്ല. തമ്മാമിലുള്ള വാല്യൂ, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് ഇട്ട് തന്നെ ആയിരിക്കണം യൂണിവേഴ്സ്. നിങ്ങൾ തമ്മിൽ ഇല്ലാതെ എങ്ങനെയും പറ്റുന്നില്ല, ഒരു തരത്തിലും പറ്റുന്നില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാം താറുമാറായി കിടക്കുക. പ്രശ്നങ്ങൾ, പിന്നെ ഓരോ കാര്യം വരുമ്പോഴും പ്രശ്നങ്ങൾ, മാനസികമായി ശാരീരികമായി എല്ലാ പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പം തമ്മിൽ രണ്ടാളും ചേരുമ്പോൾ ഉള്ള ആ ഒരു എന്തായിരുന്നു എന്നത് മനസ്സിലാവുകയാണ്. മറ്റുള്ളവരിടപെട്ട് എല്ലാം തടസ്സപ്പെടുത്തുന്നുണ്ട്. എല്ലാ കാര്യത്തിനും തടസ്സങ്ങളാണ് വരുന്നത്. മാനസികമായും ശാരീരികമായും തകർന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എന്താ പറയുക, 10 ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അത്രമാത്രം വേദനിക്കുന്നൊരു വ്യക്തിനെയാണ് കാണുന്നത്. എല്ലാ വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടി വരാനാണ് ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഡെത്താണ്. നോ കോണ്ടാക്റ്റ് എൻഡാവുകയാണ്. ഈ അനുഭവിക്കുന്ന എല്ലാം എൻഡായിട്ടൊരു പുതിയ ഒരു പരിവർത്തനത്തിലേക്കാണ് നിങ്ങൾ മാറുന്നത്. ഒരു മാറ്റം,
എല്ലാ ഇതിൽ നിന്നും ഒരു മാറ്റം, അവസാനിച്ചൊരു പുതിയ തുടക്കം, റീബർത്ത്. എല്ലാ പ്രശ്നത്തെയും ആ വ്യക്തി തട്ടി മാറ്റിയിട്ട് അതിൽ നിന്നൊരു പുതിയൊരു ജീവിതമാണ്. ഇത് ഇങ്ങനെ പോകാൻ പറ്റില്ല, നമ്മൾ തമ്മിൽ അത്രക്ക് സ്നേഹിക്കേണ്ട കൂട്ടരാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുവാണ്. പ്രശ്നത്തെ ഒരു എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെല്ലാം എൻ്റെ ആക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല. എന്തൊക്കെ ലൈഫിൽ വരുന്നുണ്ടോ എല്ലാം പ്രശ്നങ്ങളും നെഗറ്റീവായിട്ടും നഷ്ടപ്പെടുകയും, അപ്പോൾ എങ്ങനെയും നിങ്ങളിലായിട്ട് ഒന്നാവണം. പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറ്റം വന്ന് ഡെത്ത് ആൻഡ് റീബർത്തിലേക്കാണ് പോകുന്നത്. അടുത്തത് എംപററാണ്. എംപറർ എന്ന് പറഞ്ഞാൽ അധികാരത്തോടു കൂടി ആ വ്യക്തി എപ്പോഴും എംപററാണ്, ഒരു പുതിയൊരു വ്യക്തിയായി മാറുകയാണ്. ഈഗോ ഭയങ്കരമായിട്ടുണ്ട്. രാജാവിനെ പോലത്തെ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ ഈഗോ എവിടെ കൊണ്ടുപോയിട്ട് ചിലവാക്കും? ഈഗോന് നിങ്ങൾ നിന്ന് കൊടുക്കാത്ത അവസ്ഥയാണ്. എപ്പോഴും പ്രശ്നമായി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് മിണ്ടും. ഇപ്രാവശ്യം നിങ്ങൾ അങ്ങോട്ട് മിണ്ടാനും പോയിട്ടില്ല, നിങ്ങൾ മൈൻഡ് ചെയ്യാനും പോയിട്ടില്ല. അതുകൊണ്ട് ആ വ്യക്തി തന്നെ ഈഗോ എല്ലാം കുറച്ചിട്ട് നിങ്ങളിലേക്ക് വരികയാണ് കേട്ടോ. എലിപ്പതി സംഭാഷണം മാത്രം നടന്നിട്ട് മതിയായി. അതാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തിൻ്റെ ഈഗോ എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് വരികയാണ്. വന്നാലും സോറി പറയൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു തലക്കനമുള്ളൊരു വ്യക്തിയാണ്. മനസ്സ് പറയുന്നതല്ല കേൾക്കുന്നത്. ആ വ്യക്തി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്ട്രോങ് ആയ ഒരു ഡിസിഷനും എടുത്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ സ്നേഹമാണ്. ലവേഴ്സല്ലേ. സ്നേഹം ഇങ്ങനെ ഉള്ളിൽ നിന്ന് അങ്ങനെ പതഞ്ഞു പൊന്തുകയാണ്. രണ്ടുപേർക്കും സ്നേഹം കൊണ്ട് നിൽക്കപ്രതിയില്ലാത്ത അവസ്ഥയാണ്. രണ്ടുപേർക്കും ഉറങ്ങാനും പറ്റുന്നില്ല. ഈഗോ വെച്ചിട്ട് ഈഗോ എല്ലാം കഴുകിക്കളഞ്ഞിട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങൾ മൈൻഡാക്കുന്നില്ല. അപ്പം രണ്ടുപേരും ഈ ടെലിപ്പതി സംഭാഷണമായിട്ടാണ് കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിൻ്റെ ഈഗോ എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് വരികയാണ്. എങ്ങനെയും ഇല്ലാതെ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാണ്? വേറെ ആരെയും പറ്റുകയില്ല. ഇത് യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത ബന്ധമല്ലേ, എങ്ങനെ പറ്റാനാ? ഒരുപാട് സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഓക്സിജൻ തന്നെ നിങ്ങളാണ്. എന്നിട്ടാണ് ഈ തലക്കനം വെച്ചിട്ടിരിക്കുന്നത്. ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിലാണ് ആ വ്യക്തി. ഇനി ഈഗോ എല്ലാം അവിടെ നിൽക്കട്ടെ പറഞ്ഞിട്ട് നിങ്ങളെയും പരിധി വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹമാണ് അവർക്ക് നിങ്ങളോട്. അങ്ങനത്തെ സ്നേഹമാണ് തോന്നുന്നത്. അത്രത്തോളം ആഴത്തിലാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. ഉള്ളുകൊണ്ട് സ്നേഹിക്കുക. കാണുമ്പം നീ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്, വഴിക്കെല്ലാം വെച്ച് കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാലും ഇത് തന്നെ ഇങ്ങനെയായിരിക്കും മനസ്സെന്ന് ചിന്തിക്കുന്നുണ്ടാവുക. നിങ്ങൾ ചിന്തിക്കുന്നത് അതേ കറക്റ്റിൽ ആ വ്യക്തി കിട്ടും. അയ്യോ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, നീ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന്. അങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചാൽ നെഗറ്റീവ് കറക്റ്റ് കിട്ടുന്ന അവസ്ഥയാണ്. ഉള്ളിലാണെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, അണപൊട്ടി ഒഴുകുന്ന സ്നേഹമാണ്. ഹാപ്പി ഫാമിലിയാണ് കൊതിക്കുന്നത്. നിങ്ങളെ എന്താ പറയണ്ടേ, പെട്ടെന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ഓരോ സ്ഥലത്ത് എത്തിപ്പെടും. ഇന്നേ സ്ഥലത്ത് ഞാൻ വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവുന്ന ഇത് മനസ്സിൽ ഇൻറ്റ്യൂഷനിൽ മനസ്സിലാക്കിയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവും. അതാണ് ഇവിടെ നടക്കുന്നത്. ടെലിപ്പതി ഒന്നായാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേർക്കും ആ വ്യക്തിൻ്റെ ഈഗോ എല്ലാം കളഞ്ഞ് ഓടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഓടി വരണം എന്നൊക്കെ രാത്രിയെല്ലാം ചിന്തിക്കും. അങ്ങനെയല്ല പറയണം. ഇനി എൻ്റെ വ്യക്തിനെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ഇതാക്കില്ല. അടുത്ത് കാണുമ്പോൾ ഈഗോ. നല്ല രസമാണിത്. ഓടി വന്ന് നിങ്ങൾ സിനിമയിലെല്ലാം കാണും പോലെ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം, ഈഗോ മാറ്റണം. പക്ഷേ ഈ ഈഗോൻ്റെ തലക്കനവും കൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത്രമാത്രം ഈഗോ ഉള്ള വ്യക്തിയാണ്. എല്ലാ പ്രാവശ്യം ഇങ്ങനെ പ്രശ്നമായി കഴിഞ്ഞാൽ നിങ്ങൾ പോയി മിണ്ടും. എപ്പോഴും നിങ്ങളാണ് മിണ്ടുന്നത്. ഈ പ്രാവശ്യം നിങ്ങൾ മിണ്ടാനും പോയില്ല, മൈൻഡ് ചെയ്യാനും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ അടുത്തത് ലവേഴ്സ്. സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം. ഈ ബന്ധം ഇല്ലാതെ എനിക്ക് പറ്റില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ ഓക്സിജനാണെന്ന് ആ വ്യക്തിക്ക് കറക്റ്റ് മനസ്സിലായി. ഇതെൻ്റെ ഓക്സിജനാണ്.
ഇതില്ലാതെ എനിക്ക് പറ്റില്ല. നിങ്ങളെ ഇമോഷണലി അവർക്ക് വേണമെന്നങ്ങ് തീരുമാനിച്ചിട്ട് നിങ്ങളെ മിസ് ചെയ്ത് മതിയായി. എന്താ പറയണ്ടേ, എനിക്ക് എൻ്റെ ഓക്സിജനാണ്, എനിക്ക് ഇല്ലാതെ പറ്റില്ല. ഫുൾഫിൽമെൻറ്റ് നിങ്ങളാണ് എന്നുള്ളത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് എന്താ പറയണ്ടേ, അങ്ങനെ സന്തോഷിക്കുന്നുണ്ട് ഉള്ളിൽ. ഈ സാധനം ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല, എൻ്റെ ഓക്സിജനാണിതെന്ന് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങളങ്ങനെ സെപ്പറേറ്റായി മൈൻഡ് ചെയ്യാണ്ട് നിന്നത് വെരി ഗുഡായി. അങ്ങനെ വേണം. അങ്ങനെ നിന്നതുകൊണ്ടാണ് ആ വ്യക്തിൻ്റെ ഈഗോ മറന്ന് നിങ്ങളുടെ വാല്യൂ മനസ്സിലായി ആ വ്യക്തിക്ക്. അങ്ങനെ നിൽക്കണം. എപ്പോഴും പോയിട്ട് അങ്ങോട്ടും മിണ്ടാൻ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് നിന്നതുകൊണ്ടാണ് ആ വ്യക്തിയെ വരുന്നത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ ആ വ്യക്തി ഇങ്ങോട്ട് പറയും കേട്ടോ. അതാണ് നിങ്ങൾ തമ്മിലുള്ള ടെലിപ്പതി. ഇതങ്ങനത്തെ ഒരു ബന്ധമാണ്. അറിയാമല്ലോ, ലവേഴ്സിനെ പറ്റി പറയണ്ടല്ലോ, അതാണ് സംഭവം. അതുകൊണ്ട് വെരി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അത്രക്ക് ഈ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേദനയും പിരിമുറുക്കോ എല്ലാം കൊണ്ടിരിക്കുന്നൊരു രാജാവാണ് ഇത് കേട്ടോ. എപ്പോഴും രാജാവ് ദേഷ്യം വന്ന് നിന്നാൽ അങ്ങോട്ട് പോയി മിണ്ടി ആ രാജാവിനെ അങ്ങനെ വളർത്തിയൊക്കെയായിരുന്നു. ഈഗോനെ വളർത്തി കൊടുക്കുക നിങ്ങൾ. ഇപ്രാവശ്യം നിങ്ങൾ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് രാജാവിൻ്റെ ഈഗോ എല്ലാം കളഞ്ഞ് രാജാവ് വരുന്നുണ്ട്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഈ സാധനം ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ളത് കറക്റ്റ് മനസ്സിലായി. നിങ്ങളുടെ ഓർമ്മകൾ അവരെ മനസ്സിൽ മുറിവേൽപ്പിക്കുകയെന്ന്, വേദനിക്കുകയെന്ന്, എന്താ പറയണ്ടേ, ഓർമ്മകൾ കൊണ്ടങ്ങനെ മുറിവേൽപ്പിക്കുന്നൊരവസ്ഥ. ഇല്ലാതെ ഒരു തരത്തിലും പറ്റാണ്ടായിട്ടാണ് അത്രമാത്രം നിങ്ങളില്ലാതെ പറ്റാത്തൊരു അത്രയും പിരിമുറുക്കം അനുഭവിച്ചിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. ഇതിനെ എങ്ങനെ എന്ത് ഈഗോ ആയാലും ഈഗോ എല്ലാം പോട്ടെ, എനിക്ക് എൻ്റെ വ്യക്തിയെ മതിയെന്ന് പറഞ്ഞാണ് ആ വ്യക്തി വരുന്നത് കേട്ടോ. അടുത്തത് പേജ് ഓഫ് കപ്പാണ്. പേജ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ റിസ്ക് എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കാം. എനിക്ക് അതിനെ കിട്ടിയാൽ മതി, എനിക്ക് അതില്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. പുതിയ പദ്ധതിയെല്ലാം നോക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ എങ്ങനെയും കമ്മ്യൂണിക്കേഷൻ എങ്കിലും വേണം എനിക്ക്. എങ്ങനെയാണ് ഇതേപോലെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. എൻ്റെ ഈ ആഗ്രഹം ആ വ്യക്തി നേടാൻ വേണ്ടി വരികയാണ്. എന്ത് തെറ്റുണ്ടെങ്കിലും ഞാൻ വന്ന് സോറി പറയാമെന്ന് പറഞ്ഞു. പക്ഷേ സോറി പറയലൊന്നും ഉണ്ടാവില്ല. എംപറർ വരും, എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പേജ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വരും. മെച്യൂരിറ്റി ഇല്ലാതൊരു വ്യക്തിയാണ്. അവിടെ നിന്നെല്ലാം ഇങ്ങനെയെല്ലാം അങ്ങനെ പറയാം. എന്തായാലും എൻ്റെ വ്യക്തിനോട്, എൻ്റെ വ്യക്തിയല്ലേ, സോറി എന്നെ പറയാം എന്നൊക്കെയെല്ലാം ഒരു കാൽക്കുലേറ്ററിലാണ് വരിക. ഒരു കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് വന്നാലും മെച്യൂരിറ്റി ഇല്ലാതെ കൊണ്ട് അതിൻ്റെ ഫുൾ നെഗറ്റീവ് ആക്കിയിട്ടാണ് പോവുക. വരവെല്ലാം വലിയ കാര്യത്തിലാണ് വരിക. പക്ഷേ പറഞ്ഞെല്ലാം ആയി വരുമ്പോഴത്തേക്ക് ഫുൾ നെഗറ്റീവായിരിക്കും. മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ്. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റാർക്കും കൊടുക്കൂല. അങ്ങനത്തെ അത്രയ്ക്കും സെൽഫിഷാണ്. എൻ്റെ വ്യക്തിക്ക് മാത്രമേ ഞാൻ സ്നേഹം കൊടുക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈഗോ കാര്യം അങ്ങനത്തെ ഉണ്ടെന്നേ ഉള്ളൂ. അത്രയ്ക്കും സ്നേഹമാണ്. അതാണ് ഈ പേജ് ഓഫ് കപ്പ് പറയുന്നത്. അടുത്തത് മജിഷ്യനാണ് ബോട്ടം വന്നിരിക്കുന്നത്. മജിഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറേ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അങ്ങോട്ട് പഴയതെല്ലാം ഒരു ദേഷ്യമായി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. ഓടിപ്പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് എപ്പോഴും മിണ്ടും, ഈഗോം പിടിച്ച് ഇവിടെ ഇരിക്കുക കൊണ്ടുവരുന്നു. ഇപ്പോൾ അതുപോലെ വരുത്താൻ വേണ്ടിയിട്ടുള്ള പല മാജിക്കും എല്ലാം ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രക്കും പവറുള്ള നല്ല കഴിവുള്ള വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും നിങ്ങളൊരിക്കൽ അങ്ങോട്ട് പോയി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നു, ഈസി ആയിട്ട് കാര്യം നടത്തിയെടുക്കാന്നുള്ള ഇതിൽ ആണ് ആ വ്യക്തി. അപ്പോൾ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെല്ലാം എടുത്തു, എന്നാലും നിങ്ങൾ അനങ്ങുന്നില്ല. അത് വെരി ഗുഡായിരുന്നു. അങ്ങനെ വേണ്ടത്. ഇങ്ങനത്തെ ഈഗോനായല്ലോ അങ്ങനെ തന്നെ വരുത്തിക്കേണ്ടത്. എന്നിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാണ്. ടെലിപ്പതി മതിയായി. ടെലിപ്പതിയാണ് ഇത്രയും കാലം ടെലിപ്പതി സംസാരിച്ചു. ഇനി ടെലിപ്പതിനെ കൊണ്ട് കാര്യമില്ല, എനിക്ക് എൻ്റെ വ്യക്തിനെ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ.
വന്നാലും ഈ സോറി ഒന്നും പറയുന്ന എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വന്ന് കിട്ടിയതിൽ സന്തോഷിച്ചിട്ട് സോൾവ് ആക്കി എടുത്തോളാം. ഐ ഫീൽ യു ലിവിങ് മീ ബിഹൈൻഡ്. നീ എന്നെ വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതന്നെ. ഐ ടൈമിങ് ജസ്റ്റ് വാണ്ട് റൈറ്റ് ഫോർ എസ്. നമ്മുടെ സമയം ശരിയായിരുന്നില്ല. ഐ ആം സോ അട്രാക്റ്റഡ് ടു യു. നമ്മൾ ഒരുപാട് അടുത്തുപോയി. ഐ കുഡിൻറ്റ് ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ. നിന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇത് ടെലിപ്പതി സംസാരിക്കുന്നതിൻ്റെ കാരണം ലവേഴ്സാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ടെലിപ്പതി സംസാരിക്കാൻ പറ്റുന്നത്. ഗൾഫ്, ചതയം.